മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡിനു പിന്നാലെ രൂക്ഷമായ പരിഹാസവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. പ്രവാസികൾക്ക് ഇന്ന് ഈദ് മുബാറക്, പിണറായി വിജയന് ഇ.ഡി. മുബാറക് എന്നായിരുന്നു KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിച്ചത്. ഈ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ദീപ്തി മേരി വർഗീസിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ പരിഹാസ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. കോൺഗ്രസ് നേതാവിന്റെ ട്രോളിനെ പിന്തുണച്ച് UDF അനുകൂലികൾ രംഗത്തെത്തിയപ്പോൾ റംസാൻ കാലത്തെയും ED റെയ്ഡിനെയും കൂട്ടിക്കലർത്തിയുള്ള ഇത്തരം പ്രസ്താവനകൾ നിലവാരമില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാണിച്ച് വലിയൊരു വിഭാഗം നെറ്റിസൺസ് സൂക്ഷ്മമായ ഭാഷയിൽ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ കേരളത്തെ ഉറ്റുനോക്കുന്ന ഈ പരിശോധന പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ സ്വന്തം വസതിയിലുമാണ് പ്രധാനമായും നടക്കുന്നത്. വൻ സുരക്ഷാ സന്നാഹത്തോടെ എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പുലർച്ചെ മുതൽ ഇരു വസതികളിലും ഒരേ സമയം പരിശോധന ആരംഭിക്കുകയായിരുന്നു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ഏജൻസിയുടെ ഈ നീക്കമെന്നാണ് സൂചന. മുൻ മുഖ്യമന്ത്രിയുടെ വീടുകൾക്ക് പുറമെ കരിമണൽ കമ്പനിയായ CMRL ഓഫീസ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 ഇടങ്ങളിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ വസതിയിലും ഇതിനൊപ്പം തന്നെ മുൻ മന്ത്രിയും പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും ED സംഘം പരിശോധന നടത്തുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കനത്ത പരിശോധന നടത്തുന്നതിനിടെ പരിഹാസവുമായി BJP നേതാവ് PC ജോർജ് രംഗത്ത് വന്നു. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന പുതിയ നിയമത്തെക്കാൾ തനിക്കിഷ്ടം കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പഠിപ്പിക്കുന്ന പഴയ നിയമമാണെന്നാണ് PC ജോർജ് വ്യക്തമാക്കിയത്. വിജയനും കുടുംബത്തിനും ആശംസകൾ നേരുന്നുവെന്നും അദ്ദേഹം തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ കുറിച്ചു. കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടർ അന്വേഷണത്തിനായി PC ജോർജിന്റെ മകനും BJP നേതാവുമായ ഷോൺ ജോർജ് നിരന്തരം കോടതികളെ സമീപിച്ചിരുന്നു. കേസിൽ EDക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസി ഈ നിർണായക നടപടിയിലേക്ക് കടന്നത്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിയിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിലുമാണ് പ്രധാനമായും ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഇതുകൂടാതെ കരിമണൽ കമ്പനിയായ CMRL ഓഫീസുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 ഇടങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് പുരോഗമിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ വീടുകൾക്ക് പുറമെ CMRL MD ശശിധരൻ കർത്തയുടെ വസതിയിലും പരിശോധന നടക്കുന്നുണ്ട്.